ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ ഒരു സമുദായത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് ജീസസിൻ്റെ മുഖമൊക്കെ ചേർത്ത് സുരേഷ് ഗോപിയുടെ പടം വെച്ച് ഒരു പോസ്റ്റ് താങ്കൾ ഇട്ടിരുന്നു. ഒന്നുകൂടി ഇന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് കാണിക്കാവുന്നതാണ് ആ പോസ്റ്റ്. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ്. പിന്നീട് താങ്കളത് മുക്കി പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരണം? അത് ഒഫീഷ്യലായി തന്നെ താങ്കൾക്ക് ഈ ഫ്ലോറിൽ തന്നെ അറിയിക്കാം. അത് ചോദിച്ചു വന്നായി തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഉദ്ദേശശുദ്ധിയെ പോലും വക്രീകരിച്ചുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ തെറ്റായി രീതിയിലുള്ള ട്രോള് നടത്തി എന്ന് പറയുന്നത് പച്ച നുണയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ അത്തരം നിരവധി ട്രോളുകളുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിനെ രാമന്റെ അവതാരം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള എത്ര ട്രോളുകളുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നടൻ സലീം കുമാറിനെ ജീസസ് ക്രൈസ്റ്റുമായിട്ടൊക്കെ ഡിസോൾവ് ചെയ്തിട്ടുള്ള എത്ര ട്രോളുകൾ വന്നിരിക്കുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ നാഥനായിരിക്കും ഇനി ക്രിസ്തങ്കികളുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമാശ രൂപണ ഇട്ടതാണ്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ പടമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഈ രീതിയിൽ വക്രീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ചയാവുകയാണ്. പല സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇത് ചർച്ചയാക്കുന്നു. താങ്കൾ പക്ഷേ അത് മുക്കി ആ പോസ്റ്റിന്റെ അപകടം മനസ്സിലാക്കിയോണ്ടാണോ ഈ പോസ്റ്റ് പിൻവലിച്ചത്? ഒരിക്കലുമല്ല. എന്നോട് സ്നേഹമുള്ള ഒന്ന് രണ്ട് പേര് പറഞ്ഞു, ഈ പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുക. അവരെ സംബന്ധിച്ചോളം ഇത് ഈ ഉദ്ദേശത്തിൽ, അതായത് ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ സംബന്ധിച്ചോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ള ഒരു നയമാണ് അവര്. അതിനുവേണ്ടി അവർ നുണകൾ പറയും. അതുകൊണ്ട് അതൊന്ന് മാറ്റിയേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ മാറ്റിയത്. ഞാൻ അതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ചിന്തകളുടെ വിദൂര ഭാവി പോലും അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. കാരണം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകൾ ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിൽ, അതുപോലെ സ്റ്റാൻസ്വാമിക്ക് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പങ്കെടുത്ത് ശക്തമായ നിലപാടെടുത്തുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇത്രയും പ്രശ്നമുള്ളൂ. നമ്മളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സംസാരങ്ങളെല്ലാം പടരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ലക്ഷ്യം മാത്രമല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ അവരത് ഏറ്റെടുക്കും, സ്വാഭാവികമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ അത് പർവ്വതിരിക്കുക എന്നുള്ള ആവശ്യം. എനിക്ക് എത്രയോ ആളുകൾ എന്നെ വിളിച്ചു, എന്നെ വിദേശ രാജ്യങ്ങളിൽ പോലെ നിരവധി ആളുകൾ വിളിച്ചു. അതൊരു തമാശയായിട്ടല്ലേ കണ്ട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചോണ്ട് എനിക്ക് എന്റെ ഫേസ്ബുക്ക് ഒക്കെ അറിയാം. ഞാൻ അതിനെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രജീഷനോട് ചോദിച്ചതായി ചിന്തകളുടെ വിദൂരത്തെ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു അക്ഷരം പോലും ഇടാൻ പറ്റില്ല, ഒരു തമാശയായിട്ടുള്ള ഒരു ട്രോളുകൾ ഇടാൻ പറ്റില്ല. അവർക്ക് എന്തുവാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ദൈവത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ ട്രോളിറക്കിയത് ആയിരക്കണക്കിന് ട്രോളുകൾ ഇവിടെ അറിയിരിക്കുന്നത്. ഇത് അങ്ങനെ ഒന്നുമില്ല. എന്റെ ക്യാപ്ഷൻ പോലും ഒരു തമാശക്ക് ഇട്ടിരിക്കുന്ന കേശു എന്ന ആണ് ഈ വീടിന്റെ നായകൻ എന്ന് സിനിമ വന്ന് എന്തെല്ലാം വേട്ടയാടലുകൾ അവിടെ നടന്നത്. ഞാൻ പറഞ്ഞു പോയത് കാരണം താങ്കൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യം ചോദിച്ചത്.